നഴ്സിംഗ് ഗവേഷണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപാട് പുസ്തകങ്ങളും പേപ്പറുകളുമൊക്കെയാവും അല്ലേ? എന്നാൽ സത്യത്തിൽ അതങ്ങനെയല്ല. നമ്മുടെ രോഗികളുടെ പരിചരണം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്ന് കണ്ടുപിടിക്കുന്ന ഒരുതരം ക്ലിനിക്കൽ ഡിറ്റക്റ്റീവ് വർക്കാണിത്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഓക്കെ, ഇന്ന് നമ്മളൊരു ക്ലിനിക്കൽ ഡിറ്റക്റ്റീവിന്റെ ലോകത്തേക്കാണ് പോകുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നഴ്സുമാർ എന്തിനാണ് ഗവേഷണം നടത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ നിരീക്ഷണവും ഇടപെടലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കും. അതിനുശേഷം രോഗികളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ചില കിടിലൻ ടൂൾസ് നമ്മൾ പരിചയപ്പെടും. ഒരു നഴ്സിംഗ് ഗവേഷകനെ ഒരു ക്ലിനിക്കൽ ഡിറ്റക്റ്റീവായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അവരുടെ പ്രധാന ദൗത്യം എന്താണെന്നോ? ചിട്ടയായ അന്വേഷണത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, അതുവഴി രോഗികളുടെ ചികിത്സാഫലം മെച്ചപ്പെടുത്തുക. അതാണ് അവരുടെ മിഷൻ. ഇതിനെപ്പറ്റി ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ അമേരിക്കൻ നഴ്സസ് അസോസിയേഷന്റെ ഈ നിർവചനം വളരെ കൃത്യമാണ്. അതായത്, നഴ്സിംഗുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും മെച്ചപ്പെടുത്താൻ ആവശ്യമായ അറിവ് കണ്ടെത്തുക. ഇതാണ് ഏതൊരു ഗവേഷണത്തിന്റെയും അടിത്തറ. ഏതൊരു അന്വേഷണവും തുടങ്ങുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്നാണ്. നമ്മൾ ഈ സാഹചര്യത്തിൽ സജീവമായി ഇടപെടണോ, അതോ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മാറി നിന്ന് ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചാൽ മതിയോ? അപ്പോൾ ഗവേഷണത്തിൽ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴിയിൽ ഒരു പുതിയ മരുന്ന് കൊടുക്കുന്നത് പോലെ ഗവേഷകൻ സജീവമായി ഇടപെടുന്നു. എന്നാൽ രണ്ടാമത്തെ വഴിയിൽ കാര്യങ്ങൾ സ്വാഭാവികമായി എങ്ങനെ സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ രണ്ടാമത്തെ വഴിയെക്കുറിച്ചാണ്. ചില സാഹചര്യങ്ങളിൽ ഒരു പരീക്ഷണം നടത്തുന്നത് പ്രായോഗികമോ ധാർമ്മികമോ അല്ലാത്തതുകൊണ്ട് ഈ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളായി മാറും. ശരി, അപ്പോൾ നമ്മൾ നിരീക്ഷണത്തിന്റെ വഴി തിരഞ്ഞെടുത്തു. ഏതൊരു ഡിറ്റക്റ്റീവിനും അവരുടെ ജോലി ചെയ്യാൻ ഒരു ടൂൾ കിറ്റ് ആവശ്യമാണല്ലോ അല്ലേ? അതുപോലെ ഒരു നഴ്സ് ഗവേഷകന്റെ ടൂൾ കിറ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒരു നഴ്സ് ഗവേഷകന്റെ ടൂൾ കിറ്റിൽ നോക്കിയാൽ ഒരുപാട് തരം ഉപകരണങ്ങൾ കാണാം. സർവേകൾ മുതൽ മെറ്റ അനാലിസിസ് വരെ. പക്ഷേ ഇന്ന് നമ്മൾ ഇതിലെ ഏറ്റവും അടിസ്ഥാനപരവും പ്രധാനപ്പെട്ടതുമായ 2 ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ഒന്ന്, വിവരണം, അതായത് ഒരു സാഹചര്യം അതുപോലെ വരച്ചുകാട്ടുന്നത്. 2, സഹബന്ധം, അതായത് സൂചനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏതൊരു അന്വേഷണത്തിലെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? തീർച്ചയായും ആ സാഹചര്യം നന്നായി നിരീക്ഷിച്ച് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി വിവരിക്കുക എന്നതായിരിക്കും. അപ്പോ ഈ വിവരണാത്മക ഗവേഷണത്തിന്റെ ലക്ഷ്യം വളരെ ലളിതമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക. അതായത്, ഒരു സാഹചര്യത്തിന്റെ കൃത്യമായ ഒരു ചിത്രം നൽകുക, അതിൽ ഒരു മാറ്റവും വരുത്താതെ. ഈ ഗവേഷണത്തിന്റെ ചില പ്രധാന സവിശേഷതകൾ നോക്കൂ. ഏറ്റവും പ്രധാനം, ഇവിടെ ഒരു തരത്തിലുള്ള ഇടപെടലുമില്ല എന്നതാണ്. ഇത് പൂർണ്ണമായും ചിട്ടപ്പെടുത്തിയ ഒരു നിരീക്ഷണം മാത്രമാണ്. പലപ്പോഴും വലിയ വലിയ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്ന ആദ്യത്തെ പടി ഇതായിരിക്കും. ഇത് വെറുമൊരു തിയറി മാത്രമല്ല, യഥാർത്ഥ ലോകത്ത് ഇതിന്റെ പ്രയോഗം വളരെ ശക്തമാണ്. ഉദാഹരണത്തിന്, ഇങ്ങനെയൊരു പഠനം ആ കുടുംബങ്ങൾ ശരിക്കും എന്താണ് അനുഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഇത് നഴ്സിംഗ് പ്രാക്ടീസിനായി വളരെ നിർണായകമായ പുതിയ വിവരങ്ങൾ നൽകാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രമുണ്ട്. ഇനി നമ്മുടെ ഡിറ്റക്റ്റീവ് എന്താണ് ചെയ്യുക? അവർ സൂചനകൾക്കിടയിലുള്ള ബന്ധങ്ങൾക്കായി തിരയാൻ തുടങ്ങും. ഈ കാണുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ഒരു പടി കൂടി മുന്നോട്ടു പോവുകയാണ്. കാര്യങ്ങളെ വെറുതെ വിവരിക്കുന്നതിന് പകരം ഈ കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു. അതായത്, ഒരു കാര്യത്തിൽ മാറ്റം വരുമ്പോൾ മറ്റേ കാര്യത്തിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഇവിടെയാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. 2 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്നു എന്ന് കരുതി ഒന്ന് മറ്റൊന്നിന് കാരണമായി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന്, വേനൽക്കാലത്ത് ഐസ്ക്രീം വിൽപ്പനയും കൂടും, മുങ്ങിമരണങ്ങളും കൂടും. അതിനർത്ഥം ഐസ്ക്രീം കഴിച്ചാൽ ആളുകൾ മുങ്ങിമരിക്കുമെന്നാണോ? അല്ല. അതുപോലെ സഹബന്ധം ഒരു കാരണത്തെ ഉറപ്പിക്കുന്നില്ല, മറിച്ച് ഒരു ബന്ധമുണ്ടെന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൂടുതൽ നഴ്സുമാരുള്ള വാർഡുകളിൽ രോഗികളുടെ സംതൃപ്തിയും കൂടുതലായിരിക്കുമെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയേക്കാം. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നു. ഇതിനെയാണ് പോസിറ്റീവ് ബന്ധമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു രോഗി ആശുപത്രിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ ചികിത്സ തുടങ്ങാനുള്ള സമയവും വൈകിയേക്കാം. ഇവിടെ ദൂരം കൂടുമ്പോൾ ചികിത്സയുടെ വേഗത കുറയുന്നു. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. ഇതാണ് നെഗറ്റീവ് ബന്ധം.
ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണിത്. രോഗിയുടെ ശരീരഭാരവും രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവും തമ്മിലുള്ള ബന്ധം പഠിക്കുന്നത് വഴി ഭാവിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രവചിക്കാനും അതിനനുസരിച്ച് മെച്ചപ്പെട്ട പരിചരണം നൽകാനും നമുക്ക് സാധിക്കും. ശരി, ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നഴ്സിംഗ് പ്രാക്ടീസിന്റെ യഥാർത്ഥ ലോകത്തേക്കൊന്ന് തിരികെ കൊണ്ടുവന്ന് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമിതാണ്: ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും കണ്ട കാര്യങ്ങൾ വിവരിക്കുകയും സൂചനകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ രോഗികളെ നേരിട്ട് ബാധിക്കുന്ന പല നിർണായക ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ വാർഡിൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക പാറ്റേൺ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെ അങ്ങനെയങ്ങ് വിട്ടുകളയരുത്. ഒരുപക്ഷേ അത് നഴ്സിംഗ് രംഗത്തെ അടുത്ത വലിയൊരു കണ്ടെത്തലിന്റെ തുടക്കമായിരിക്കാം. എന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ അടുത്തതായി എന്തിനെക്കുറിച്ചാണ് അന്വേഷിക്കാൻ പോകുന്നത്?